ഈ ദുബായിൽ ഈ നമ്മുടെ ഗൂഗിൾ മാപ്പും വേസൊന്നും വർക്കാവുന്നില്ല. ഇതാദ്യം ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് വർക്കായതാണ്. ഇപ്പോൾ തീരെ വർക്കാവുന്നില്ല. ഇങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ വേസിനെ മാത്രം ആശ്രയിച്ച് ഒരു ലോങ് ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു വഴി അറിയാത്തവർ, ഇനിയിപ്പോൾ നമുക്ക് വഴി അറിയില്ല, ലോങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വഴി അറിയില്ല എന്ന് വെക്കാം, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി പോകും. ഇപ്പം ഞാനിപ്പോൾ ഒരു ലോങ് വന്നിട്ട് ഒരു എനോക്കിൻ്റെ പെട്രോൾ പമ്പ് അന്വേഷിച്ചെടുക്കുകയാണ്. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ മാപ്പ് സ്റ്റക്കായി നിൽക്കുകയാണ്. ചില സമയത്ത് മാപ്പ് സ്റ്റക്കായിരിക്കും, ചില സമയത്ത് എൻ്റെ ലൊക്കേഷൻ ഞാൻ വല്ല കടലിലായിരിക്കും, ആ ലെവലൊക്കെയാണ് കാണിക്കുന്നത്. മാപ്പ് അനങ്ങുന്നില്ല. ഇവിടുന്ന് മാപ്പ് ഒരു ഭാഗത്ത് സ്റ്റക്കായി നിൽക്കുകയാണ് മാപ്പ്. നമുക്ക് തൽക്കാലം നമുക്കിപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, തൽക്കാലം വണ്ടി സൈഡാക്കിയിടാം. ഗൂഗിൾ മാപ്പ് ഒന്ന് ജസ്റ്റ് നോക്കാം നമുക്ക്. കണ്ടില്ല, ഇതാണ് പ്രശ്നം. അനങ്ങുന്നില്ല. നമ്മൾ ഏത് ഭാഗത്താണുള്ളത് ആ ഭാഗത്തേക്ക് പോലും എത്തുന്നില്ല. ഞാൻ സാധാരണ വേസാണ് യൂസ് ചെയ്യൽ. ഞാൻ എനോക്ക് പെട്രോൾ സ്റ്റേഷൻ അടിച്ചിട്ട് ഡയറക്റ്റ് വേസിലേക്ക് ഷെയർ ചെയ്ത്, വേസിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ, ഞാൻ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇവിടെ കാണിക്കുന്നുണ്ട് നോ GPS ഷോയിങ് യുവർ ലൊക്കേഷൻ. ഇതാണ് ഇവിടുത്തെ മാപ്പിൻ്റെ GCC കൺട്രിയിലെ മാപ്പിൻ്റെ അവസ്ഥ. ഇതാണ്.